മൈ ഗൈസ്, അപ്പൊ നമ്മൾ നിന്റെ നിക്കാനിലെ സ്വർണ്ണം എടുക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ കാക്കാന്റെ പെണ്ണുങ്ങളോട് പോയിട്ട് ഓളെ കൊണ്ടുവരാൻ പോയി. അതിൽ കാക്കാന്റെ മൂന്നാമത്തെ കയ്യപ്പത്തൻ നൊലോളിച്ചു വരും. സംഗതി എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പോകാൻ വേണ്ടിട്ട് തുണികുപ്പായ മാറ്റി കൊടുത്ത് കുട്ടപ്പനാക്കിയത്. എന്നിട്ട് ആ ഡ്രസ് ഇട്ടിട്ട് ഷവറിനോട്ട് പോയിട്ട് പൈപ്പാണ് തുറന്നിട്ട് ഇപ്പൊ വെള്ളത്തിൽ വീണ കോയാളമായിരിക്കും. അതിലും എന്റെ അമ്മച്ചി ഒന്നെടുത്ത് മിന്നിക്കണം. അതിന്റെ ഈ ചെക്ക രാവിലെ തന്നെ നല്ല അഗ്രഷൻ മൂഡിലാണ്. ചിലപ്പോൾ വേറെ തുണികുപ്പായ എടുത്ത് മാറ്റി തരാൻ പറഞ്ഞു വരും. ചെറുക്കന് ഓരോ ടൈമിൽ ഓരോ മൂഡ് സിങ്സ് ആണ്. ഇപ്പൊ കണ്ട എല്ലാവർക്കും ടാറ്റ കൊടുത്തു പോകും. അങ്ങനെ അതിനെ തൂക്കിയെടുത്തുകൊണ്ട് നമ്മൾ പേരെ കൊണ്ടിട്ട് അങ്ങനെ പെങ്ങളും കുട്ടികളും പേരേക്ക് വന്നു. ഇനി നമുക്കാണ് പോകും. അങ്ങനെ എല്ലാ ചള്ളും പുള്ളൊക്കെ പാടെ വണ്ടിക്ക് എടുത്തുകൊണ്ട് നമ്മളാണ് സംഭവം നിൽക്കാവുന്നല്ല ഗൈസ്. പണ്ടങ്ങാണ്ട് ഞാൻ കുറച്ച് സ്വർണ്ണം വാങ്ങിയിട്ടിരുന്നു മലബാർ. ആ സ്കീമിൽ ആ സ്വർണ്ണം എടുക്കേണ്ട ഡേറ്റ് ആയി. അപ്പൊ എന്തായാലും ഈ പണിക്കൂലൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും ചെറിയൊരു മഹാർ എന്തെങ്കിലും എടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നു. അല്ലാതെ നമ്മളെ നിൽക്കാവുന്നല്ല. ഒരു ഭാഗത്ത് പേരക്കുട്ടികളെ കളിപ്പിച്ചിരിക്കണ വാപ്പ, ഒരു ഭാഗത്ത് മെരോൾ വരുന്ന പോലെ ബലൂൺ കൊണ്ട് കളിച്ചിരിക്കണ ഇന്റെ അമ്മ. ഇങ്ങനെ പുറത്ത് എന്താ പടം നടക്കണമെന്ന് പോലും അറിയാതെ എന്തോ ഹാലിലിരിക്കണ രണ്ടു കൂട്ടം സുഹൃത്തുക്കൾ. അങ്ങനെ പുറത്ത് പച്ചക്കറി പീടികയിൽ കയറുന്ന ലാഘവത്തിൽ സ്വർണ്ണപ്പീടിയുടെ കൗണ്ടർ കയറിയ കാക്കാന്റെ മൂന്നാമത്തെ കയ്യപ്പ മച്ചാനി കടന്ന് നൊലോളിച്ചിന് വേറെ ഒന്നിനും. അപ്പുറത്തെ കസാലയിൽ ഓന്റെ സങ്കല്പത്തിനൊത്ത് ഒരു ബർക്കത്തുള്ള ഒരു കുട്ടി വന്നിരിക്കുന്നു. അതിന്റെ പിന്നാലെ പോയി വളക്കാൻ സമ്മതിക്കാത്തതിനാണ് ഈ കടന്ന് നൊലോളിച്ചത്. അതിന്റെ പിന്നാലെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മൊടുക്കാനൊക്കെ പോവാ. എന്താ പോന്റെ നമ്മളും കോയൊക്കെ തന്നെയാണ്. പക്ഷെ ഇവന്റെ അത്രക്ക് വരില്ല. അങ്ങനെ സ്വർണ്ണം വാങ്ങി നമ്മൾ പേരി പോയി. അപ്പൊ ബാക്കി നാളെ